കൃത്യംഗ നിയമങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് 2017 LDC പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അവക്കുള്ള ഉത്തരങ്ങളും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എറണാകുളം, കണ്ണൂർ ജില്ലകളിലായി ചോദിച്ച 2017 LDC പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. 0.008 ഓൾ റേസ് ടു -30 സമം ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉള്ളത്. അതായത് ഒന്ന്, ഇതിൽ ദശാംശം വന്നിരിക്കുന്നു, പോയിന്റ് വന്നിരിക്കുന്നു. മറ്റൊന്ന്, ഇതിൽ പവറിൽ ഒരു മൈനസ് വന്നിരിക്കുന്നു. കൃത്യംഗ സംഖ്യയോടൊപ്പമുള്ള മൈനസിനെ വിളിക്കുന്ന പേരാണ് വിൽക്രമം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് ഈ ദശാംശ സ്ഥാനത്തിനെ മാറ്റണം, പോയിന്റിനെ ഒഴിവാക്കണം. മറ്റൊന്ന്, നമുക്ക് ഇതിൻ്റെ വിൽക്രമം എടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് പോയിന്റിനെ ഒഴിവാക്കാം. പോയിന്റിനെ ഒഴിവാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണോ പോയിന്റ് ഇല്ലാത്തത് അവിടെ 0 കൊടുക്കുന്നതോടുകൂടെ ആ പോയിന്റ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതായത് നമുക്കറിയാം ഏതൊരു സംഖ്യക്കും താഴെ എന്തുണ്ട്? ഒന്നുണ്ട്. എന്നാൽ നമ്മളത് എഴുതാറില്ലെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ഒന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ് പോയിന്റ് ഇല്ലാത്തത്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് മുകളിൽ പോയിന്റ് ഉണ്ട്, താഴെ പോയിന്റ് ഇല്ല. അപ്പോൾ പോയിന്റ് ഇല്ലാത്തത് താഴെയാണ്. അപ്പോൾ 0 കൊടുക്കേണ്ടത് താഴെയാണ്. എത്ര 0 കൊടുക്കണം? മുകളിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കണം. മുകളിൽ പോയിന്റ് 1, 2, 3 ദശാംശ സ്ഥാനം ഉണ്ട്. അതുകൊണ്ട് താഴെ 3 പൂജ്യങ്ങൾ കൊടുക്കണം. അന്നേരം ഈ പോയിന്റ് ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. 0.08 എന്ന് പറഞ്ഞാൽ 8/1000 ഓൾ റേസ് ടു -30. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു, പോയിന്റ് ഒഴിവാക്കി, 8/1000 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, മുകളിലൊരു മൈനസ് ഉണ്ടല്ലേ. എന്താണ് മുകളിലുള്ള മൈനസിൻ്റെ പേരെന്താണ്? അതായത് കൃത്യംഗ സംഖ്യയോടൊപ്പം ചേർക്കുന്ന മൈനസിനെ വിളിക്കുന്ന പേര് വിൽക്രമം എന്നാണ് അല്ലേ. അതായത് താഴെയുള്ള സംഖ്യ മുകളിലും മുകളിലുള്ള സംഖ്യ താഴെയായിട്ട് എഴുതണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് താഴെയുള്ള 1000 മുകളിൽ എഴുതാം. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് 1000 എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ക്യൂബാണ്. 10ന്റെ ക്യൂബാണ് 1000. 8 എന്ന് പറയുന്നത് ക്യൂബ് അല്ലേ? ഏതിൻ്റെ ക്യൂബാ? 2ന്റെ ക്യൂബ്. അപ്പോൾ നമുക്ക് ചെറുതാക്കി എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ താഴെയുള്ള 1000 ഞാൻ മുകളിലുള്ള 8 താഴെ എഴുതാൻ പോവാണ്. എന്തിന്? ഇവിടെ വിൽക്രമം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ മൈനസ് കൊടുത്താൽ അത് ഇത് തിരിച്ചെഴുതണം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന്റെ ക്യൂബായിട്ട് എഴുതാണ്. 1000നെ നമുക്ക് 10 ക്യൂബ് എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 8നെ 2ന്റെ ക്യൂബ് എന്നും എഴുതാം. ഓൾ റേസ് ടു 30. ഇനി ആ മൈനസ് എഴുതാൻ പാടില്ല. ഓക്കെ, ഇനി ആ മൈനസ് എഴുതരുത്. കാര്യം എന്താ? നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ആ മൈനസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെയുണ്ട് ക്യൂബ്, മുകളിലുണ്ട് ക്യൂബ്. ഇങ്ങനെ താഴെയും മുകളിലും സംഖ്യക്ക് കോമൺ ആയിട്ട് ക്യൂബ് ഉണ്ടെങ്കിൽ ഈ ക്യൂബ് നമുക്ക് ബ്രാക്കറ്റിന് മുകളിൽ എഴുതാം. മനസ്സിലാണ്ടല്ലോ? കാരണം എന്താണ്? ഈ ബ്രാക്കറ്റിന് മുകളിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തുള്ള എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ ഇതിനും 3 ഉണ്ടെങ്കിൽ ക്യൂബ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബ്രാക്കറ്റിന് പുറത്തെഴുതാം. അപ്പോൾ 3 ഗുണിക്കണം 30 90 എന്ന് കിട്ടും അല്ലേ. ഇതൊന്ന് ചെറുതാക്കി കൂടെ നമുക്ക് 10/5 10/2 എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി 5 അല്ലേ. അപ്പോൾ 5 റേസ് ടു 3 30 ഗുണിച്ചാൽ 90. അപ്പോൾ നമ്മുടെ ഉത്തരം 5 റേസ് 90 എന്ന് കിട്ടും. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ. ഓപ്ഷൻ ഡി ആണ് 5 റേസ് 90 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ LDC 2017 എറണാകുളം, കണ്ണൂർ ജില്ലകളിലായി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 0.512 ഓൾ റേസ് ടു 1/3. എന്താണ് പവറിൽ 1/3 എന്ന് എഴുതിയാൽ നമ്മൾ പഠിച്ചത്? പവറിൽ 1/3 എന്ന് എഴുതിയാൽ ക്യൂബ് റൂട്ട് എന്നാണ് അല്ലേ. പവറിൽ 1/2 എന്ന് എഴുതിയാലോ സ്ക്വയർ റൂട്ട്. ഓക്കെ, അറിയാം അല്ലേ. അപ്പോൾ എന്താണ്? 0.512 ഓൾ റേസ് ടു 1/3 പ്ലസ് 0.008 ഓൾ റേസ് ടു 1/3. ഓക്കെ, രണ്ടും ക്യൂബ് റൂട്ട് എന്നാണ്. ഡിവൈഡ് ബൈ 0.512 ഓൾ റേസ് ടു 1/3 മൈനസ് 0.008 ഓൾ റേസ് ടു 1/3. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ആ പോയിന്റ് അങ്ങോട്ട് ഒഴിവാക്കാം അല്ലേ. പോയിന്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ പോയിന്റ് ശേഷം എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനമല്ലേ. അപ്പോൾ ആ പോയിന്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? താഴെ 3 പൂജ്യങ്ങൾ കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇതിന് താഴെ എന്ത് ചെയ്താൽ ഇവിടെ 1 എഴുതിയിട്ട് 3 പൂജ്യങ്ങൾ കൊടുക്കാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? മുകളിൽ പോയിന്റ് ശേഷം എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനമുണ്ട്. താഴെയാണ് പോയിന്റ് ഇല്ലാത്തത്. അപ്പോൾ ഇല്ലാത്ത സ്ഥാനത്ത് നമ്മൾ 0 കൊടുക്കണം. എത്ര 0? ഇവിടെ പോയിന്റ് ശേഷം 3 സ്ഥാനമുണ്ട്. അതുകൊണ്ട് 3 പൂജ്യം താഴെ കൊടുത്തു. അപ്പോൾ ആ പോയിന്റ് ഒഴിവായി കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ,
ഓക്കെ പ്ലസ്. അപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റ് ഞാൻ കോമൺ ആയിട്ട് എല്ലാത്തിനും കൊടുക്കുക കേട്ടോ. ഓക്കെ ഇവിടെ ഒന്നുണ്ട് പ്ലസ് 0.008 ഓൾ റേസ് 1/3. അവിടെ നമുക്ക് അതുപോലെ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ താഴെ നമുക്ക് ഇവിടെ പോയിന്റ് ഉണ്ട് അല്ലേ, മുകളിലാണ് പോയിന്റ് ഉള്ളത്, താഴെയാണ് പോയിന്റ് ഇല്ലാത്തത്. എല്ലാ സംഖ്യയുടെ താഴെ ഒന്നുണ്ട്. അപ്പോൾ പോയിന്റ് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ പോയിന്റ് ഇല്ലാത്തത് അവിടെ 0 കൊടുക്കണം. ഇവിടെ പോയിന്റ് ഇല്ലാത്തത് താഴെയാണ്, അതുകൊണ്ട് താഴെയാണ് 0 കൊടുക്കേണ്ടത്. എത്ര 0 കൊടുക്കണം? മുകളിൽ എത്ര സ്ഥാനമുണ്ട്? ദശാംശ സ്ഥാനമുണ്ട്. 1, 2, 3 ദശാംശ സ്ഥാനമുണ്ട്. അപ്പോൾ താഴെ 3 0 കൊടുക്കണം. അതോടുകൂടി പോയിന്റ് ഇല്ലാതെയായിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ തന്നെ താഴെ നമുക്ക് ചെയ്യാം. താഴെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ 0.512 ഓൾ റേസ് 1/3. ഇവിടെ നമുക്കറിയാം പോയിന്റ് ഇല്ലാത്തത് താഴെയാണ്. താഴെ എത്ര എണ്ണത്തിന്റെ കുറവാണ്? മുകളിൽ 0.3 സംഖ്യ ഉണ്ട്, അതുകൊണ്ട് താഴെ 3 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒഴിവാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ 512/1000 ഓൾ റേസ് 1/3 എന്ന് കിട്ടും. ഇനി മൈനസ് ഓഫ് ഇവിടെ തന്നിരിക്കുന്നത് 0.008 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കളയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് താഴെ എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? മുകളിൽ 0.3 സ്ഥാനമുള്ളതുകൊണ്ട് താഴെ 3 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒഴിവായി കിട്ടും. ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എഴുതാം നമുക്ക്. അടുത്ത സ്റ്റെപ്പ് എഴുതുന്നത് ഇവിടെ 512 ഇവിടെ നമുക്ക് 1/3 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ /3 എന്നാണ് എന്ന് പറഞ്ഞാൽ 512നെ 3 ക്യൂബായിട്ട് ഒരു സംഖ്യയുടെ ക്യൂബായിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ /3 എന്ന് വന്നുകൊണ്ട് നമുക്ക് ഈ 8നെ ഏതെങ്കിലും സംഖ്യയുടെ ക്യൂബായിട്ട് എഴുതാൻ പറ്റും. നമുക്കറിയാം 512നെ ക്യൂബായിട്ട് എഴുതാൻ പറ്റും. 512 ഏതിൻ്റെ ക്യൂബാണ്? 512 എത്രയുണ്ട്? 8ന്റെ ക്യൂബാണ് അല്ലേ. 8ന്റെ ക്യൂബാണ് 512. താഴെ 10 ഏതിൻ്റെ 1000 എത്രന്റെ ക്യൂബാണ്? 10ന്റെ ക്യൂബാണ്. ഓക്കെ അല്ലേ? റേസ് ടു 1/3. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ പവർ 3 ഇതിൻ്റെ പവർ 3 ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രാക്കറ്റിൻ്റെ മുകളിൽ കോമൺ ആയിട്ട് നമുക്ക് 3 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലാണല്ലോ? ഇതിന് ക്യൂബ് വരികയാണെങ്കിൽ ഒറ്റ ക്യൂബായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ വന്നിരിക്കുന്നത് പ്ലസ് എന്നാണ്. പ്ലസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 വെട്ടിക്കളയട്ടോ. അപ്പോൾ 8/10 മാത്രമായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് 1/3 എന്നാണ്. അതുകൊണ്ട് 8നെ ഒരു സംഖ്യയുടെ ക്യൂബായിട്ട് എഴുതാൻ പറ്റും. 8നെ ഏതിൻ്റെ ക്യൂബാണ്? 8 2ന്റെ ക്യൂബ് അല്ലേ. അപ്പോൾ 8ന് നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 1000. 1000 എന്നത് ഏതിൻ്റെ ക്യൂബാണ്? 10ന്റെ ക്യൂബ്. ഓക്കെ, അപ്പോൾ 10ന്റെ ക്യൂബ്. ശ്രദ്ധിക്കുക, ഇതിനും ക്യൂബ് ആകുമ്പോൾ ഇത് നമുക്കൊരു ബ്രാക്കറ്റ് നൽകിയതിന് ശേഷം അതിന് മുകളിൽ ക്യൂബ് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി പവറിൽ എന്തുണ്ട്? റേസ് ടു 1/3. അപ്പോൾ നമുക്ക് ഈ 3 കട്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ താഴെ നമുക്കിനി എങ്ങനെ എഴുതാം? ഇവിടെയും അതുപോലെ തന്നെ എഴുതാം അല്ലേ. 512 ഏതിൻ്റെ ക്യൂബാണ്? 512 9ന്റെ ക്യൂബ് അല്ലേ. അപ്പം നമുക്കിവിടെ 9 ക്യൂബ് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 512 ഏതിൻ്റെ ക്യൂബ്? 8ന്റെ ക്യൂബ് അല്ലേ. ഓക്കെ, 512 ഏതിൻ്റെ ക്യൂബാണ്? 8ന്റെ ക്യൂബ്. ഡിവൈഡഡ് ബൈ 1000 ഏതിൻ്റെ ക്യൂബാണ്? 10ന്റെ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതിനും ക്യൂബ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റിന് മുകളിൽ ഒറ്റ ക്യൂബായിട്ട് എഴുതിയാൽ മതി. പിന്നെ ഇതിൻ്റെ പവറായിട്ട് 1/3 വന്നിട്ടുണ്ട്. 1/3. അപ്പോൾ ഈ 3 കട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇവിടെ മൈനസ്. ഓക്കെ, മൈനസ് ഇവിടെ എന്തുണ്ട്? 0.008 ഡിവൈഡ് ബൈ 1000 അല്ലേ. അപ്പോൾ 8 ഇവിടെ പവറിൽ 1/3 വന്നതുകൊണ്ട് നമുക്ക് 8നെ ക്യൂബായിട്ട് എഴുതാം അല്ലേ. ഏതിൻ്റെ ക്യൂബാണ് 8? 2ന്റെ ക്യൂബാണ് 8. 2ന്റെ ക്യൂബ്. ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞത് 10ന്റെ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ക്യൂബ് വന്നതുകൊണ്ട് ഇവിടെ ബ്രാക്കറ്റിനകത്ത് അല്ലേ, ബ്രാക്കറ്റിൻ്റെ പുറത്തെ ക്യൂബ് എഴുതാം. റേസ് ടു 1/3 വന്നിട്ടുണ്ട്. ഈ 3 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും ഓക്കെ ആണല്ലോ. അത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 8/10 2/10 8/10 അതുപോലെ തന്നെ 2/10 എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 8/10 എന്ന് പറഞ്ഞാൽ 0.8 പ്ലസ് അതുപോലെ തന്നെ 2/10 എന്ന് പറഞ്ഞാൽ 0.2 എങ്ങനെ എഴുതാം? ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ഹരിക്കണം.
അല്ലെങ്കിൽ താഴെയായിട്ട് എഴുതാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഹരിക്കണം 8/10. 8/10 എന്ന് പറഞ്ഞാൽ 0.8 മൈനസ് 2/10 എന്ന് പറഞ്ഞാൽ 0.2. അപ്പോൾ നമുക്ക് കിട്ടും 0.8ഉം 0.2 കൂട്ടി എത്ര കിട്ടും? 0.8ഉം അതുപോലെ തന്നെ 0.2 കൂട്ടി കഴിഞ്ഞാൽ 8ഉം 2ഉം കൂട്ടി കഴിഞ്ഞാൽ 10 ശിഷ്ടം 1. ആ 1 ഇപ്പുറത്ത് എഴുതി. അപ്പോൾ 1 അല്ലേ? അപ്പോൾ 1 എന്ന് കിട്ടും. 0.8ഉം 0.2 കൂട്ടി കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 0.8 നിന്ന് 0.2 കുറക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 8 2 പോയ 6 പോയിന്റ് അല്ലേ താഴെ. അപ്പോൾ നമുക്ക് 0.6 എന്ന് കിട്ടും. അപ്പോൾ 1/0.6 1/0.6 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പോയിന്റ് ഒഴിവാക്കണ്ടേ? പോയിന്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? മുകളിൽ താഴെ പോയിന്റ് എത്ര സ്ഥാനം ഉണ്ട്? ഒരു സ്ഥാനം. അതുകൊണ്ട് മുകളിൽ ഒരു 0 കൊടുക്കുക. അപ്പോൾ ഈ പോയിന്റ് ഒഴിവായി കിട്ടും. ഇനി ഇതിനെ ചെറുതാക്കി എഴുതാം. 10ന്റെ പകുതി 5 എന്നും 6ന്റെ പകുതി 3 എന്നും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം 5/3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 5/3 എന്ന് കിട്ടുന്നു. ഓക്കെ, LDC 2017 കോട്ടയം, വയനാട് ജില്ലകളിലായി ചോദിച്ച ഒരു ചോദ്യമാണിത്. -1/25 പ്ലസ് -1/50 -1/20 ഓൾ ഡിവൈഡ് ബൈ 1/0. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസിൻ്റെ പവറായിട്ട് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റസംഖ്യ വരികയാണെങ്കിൽ ആൻസറിൽ ആ മൈനസ് എഴുതണം. എന്നാൽ മൈനസിന് മുകളിൽ ഒരു ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ വരികയാണെങ്കിൽ ആ മൈനസ് പോസിറ്റീവായിട്ട് മാറും. ആ മൈനസ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ മൈനസിന് മുകളിൽ 25, നമുക്കറിയാം 25 ഒറ്റസംഖ്യയാണ് അല്ലെങ്കിൽ ഓഡ് നമ്പറാണ്. മൈനസിന് മുകളിൽ ഒറ്റസംഖ്യയാണെങ്കിൽ ഈ മൈനസ് ആൻസറിൽ വേണം. 1ന്റെ പവർ ഏത് സംഖ്യ വരികയാണെങ്കിലും 1 തന്നെയാണ് എഴുതേണ്ടത്. പ്ലസ് ഇവിടെ മൈനസിന് മുകളിൽ 50 വന്നിരിക്കുന്നു. 50 ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ വന്നാൽ ഈ മൈനസ് ഇല്ലാതെയായിട്ട് മാറും. ഇനി 1/50 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇവിടെ മൈനസ് എഴുതുന്നു. മൈനസിന് മുകളിൽ ഇരട്ട സംഖ്യ വന്നിരിക്കുന്നു, 20 എന്ന് വന്നിരിക്കുന്നു. മൈനസിന് മുകളിൽ ഇരട്ട സംഖ്യ വന്നാൽ മൈനസ് പോസിറ്റീവായിട്ട് മാറി അല്ലെങ്കിൽ മൈനസ് ഇല്ലാതെയായിട്ട് മാറുന്നു. 1ന്റെ പവർ ഏത് തന്നെ വന്നാലും 1 തന്നെ. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ 1/0. പവർ 0 ആയിട്ട് വരുന്ന ഏതൊരു സംഖ്യയുടെയും വാല്യൂ 1 ആയിരിക്കും അല്ലെ. 1/0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ 1 ആയതുകൊണ്ട് നമുക്ക് താഴെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ 7/0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 8/0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ പവർ 0 ആണെങ്കിൽ അതിൻ്റെ മൂല്യം 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഇനി ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ -1 + 1 -1 + 1 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ 1 അല്ലെ. -1 + 1 എന്ന് പറഞ്ഞാൽ 1 1 കുറയ്ക്കുക, അത് 0 ആയിട്ട് മാറി. ബാക്കി എന്തുണ്ട്? -1. അതാണ് നമ്മുടെ ഉത്തരം ആയിട്ട് കിട്ടുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ -1 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലായി 2017 LDC പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. 36 ഡിവൈഡ് ബൈ 36/0.5 എത്ര? നമ്മൾ പഠിച്ചിട്ടുണ്ട് പവറിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് 0.5 ആണ് വരുന്നതെങ്കിൽ അതിനെ 1/2 എന്ന് വായിക്കാം. ഇതിന്റെ പവറിൽ 0.5 വന്നു കഴിഞ്ഞാൽ അതിനെ 1/2 എന്ന് എഴുതാം. മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു, കൃത്യമായിട്ട് 1/2 വന്നു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ 0.5 വന്നതുകൊണ്ട് മുകളിൽ 36 ഉണ്ട്. ഡിവൈഡ് ബൈ ഇവിടെ മുകളിൽ 0.5 വന്നാൽ അതിനെ 1/2 എന്ന് പറയാം. പവറിൽ 1/2 എന്ന് എഴുതിയ റൂട്ട് എന്നാണ്, സ്ക്വയർ റൂട്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ 36ന്റെ സ്ക്വയർ റൂട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. 36ന്റെ റൂട്ട് 6. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, 36/6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6. അതുകൊണ്ട് നമ്മുടെ ഉത്തരം 6 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി 6 എന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട് എന്നീ ജില്ലകളിലായി 2017 LDC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. 5/4 × 5³ ഡിവൈഡ് ബൈ 5/7 സമം. അപ്പോൾ നമുക്കറിയാം കൃത്യംഗ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ബേസ് എല്ലാം ഈക്വൽ ആണ്. നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം: 5/4 × 5³ ഹരിക്കണം 5/7. സൗകര്യത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആധാരങ്ങൾ തുല്യമാണെങ്കിൽ ഒറ്റ ആധാരമായിട്ട് എഴുതണം. ഇവിടെ ആധാരം 5, ഇവിടെ ആധാരം 5, ഇവിടെ ആധാരം 5. അതുകൊണ്ട് ഒരു ആധാരം ഒറ്റ 5 ആയിട്ട് എഴുതണം.
അങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചിഹ്നം ഗുണനമാണെങ്കിൽ മുകളിലുള്ളത് കൂട്ടണം, എന്നാൽ ഹരണം എന്നാണെങ്കിൽ കുറയ്ക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൻ്റെ ഇടയിലുള്ള ചിഹ്നം ഗുണനമായതുകൊണ്ട് നമുക്ക് ഇതിന്റെ പവർ കൂട്ടാം. 4 + 3. ഇവിടെ ഇടയിലുള്ള ചിഹ്നം ഹരണം വന്നതുകൊണ്ട് -7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 5⁻4 3 കൂട്ടി കഴിഞ്ഞാൽ 7. 7 - 7 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ 5⁻0. 5⁻0 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 1. കൃത്യംഗം 0 വരികയാണെങ്കിൽ അതിന്റെ വില 1 ആയിരിക്കും. അപ്പൊ 5⁻0 = 1. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എ 1 എന്ന് കിട്ടി. ഓക്കെ.